ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രശ്നങ്ങൾക്കല്ല പ്രാധാന്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാനം അടുത്ത 5 വർഷം എങ്ങനെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് സമ്പദ്ഘടന മോശമായിരിക്കും. 5 ലക്ഷം കോടിക്കപ്പുറം കടമുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പ്രതിപക്ഷം 6 ലക്ഷം കോടി എന്ന് പറയുന്നു. സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് 4.25 ലക്ഷം കോടി കടം. എന്തായാലും 5 ലക്ഷം കോടി കടമുള്ളൊരു ഗവൺമെൻറ് മുന്നോട്ട് എങ്ങനെ പോകും? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾക്ക് ഇത് പ്രാധാന്യം വരും. പിന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഏറ്റവും പ്രശ്നം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ തകർച്ചയും പിന്നെ സമ്പദ്ഘടന ദുർബലപ്പെട്ടതും വിദ്യാഭ്യാസ രംഗത്തുള്ള ഗുണമേന്മ കുറഞ്ഞതും കുട്ടികളും അണ്ടർ ഗ്രാജുവേഷൻ പോലും കുട്ടികൾ ഫോറിനിൽ പോകും. ഈ പോകുന്നവരെല്ലാം അവിടെ ഒരു ജോലി കിട്ടുമെങ്കിൽ അതും കൂടെ കൊണ്ടൊക്കെ പോകാം എന്നുള്ളൊരു എക്കോണമി കേരളത്തിലൊന്നുമില്ല. കേരളത്തിലെ സർവീസ് സെക്ടറിന് മാത്രമാണ് രക്ഷ കിട്ടിയത്. മാനുഫാക്ചറിങ് സെക്ടർ ഇനി എത്രയോ ഉയരാനുണ്ട്. അഗ്രികൾച്ചർ ആകെ നഷ്ടപ്പെട്ടു. പഴയകാലത്ത് അഗ്രികൾച്ചറിന് പ്രോമിനൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അഗ്രികൾച്ചർ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത് കോഷ്യന്റ് വളരെ കുറവാണ്.